നമസ്കാരം, നവരസ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. ഇംഗ്ലീഷ് അറിയാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനുള്ള ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനുള്ള ആദ്യ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് കൺസ്യൂം ചെയ്യണം. അതായത് നമുക്കറിയാം യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്. അതെല്ലാം നിങ്ങളിരുന്ന് കാണണം. ഇതിൽ ഏറ്റവും പറ്റിയ മാർഗ്ഗം എന്ന് പറയുന്നത് കാർട്ടൂൺ കാണുന്നതാണ്, അതായത് ഇംഗ്ലീഷ് കാർട്ടൂൺ കാണുന്നത്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ വാക്കുകൾ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കാർട്ടൂൺ കണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഒരു ജാള്യത തോന്നും, കാർട്ടൂൺ കണ്ട് എങ്ങനെ പഠിക്കും എന്നുള്ളവർക്ക്, അതിൽ താല്പര്യമില്ലാത്തവർക്ക് ഇംഗ്ലീഷിലുള്ള ലോങ് ഫോമാറ്റ് വീഡിയോസ് കാണാവുന്നതാണ്. അതായത് ഇംഗ്ലീഷിലെ പോഡ്കാസ്റ്റ്, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, സ്പീച്ചസ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവും വിജ്ഞാനവും വളരുകയും നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് കമൻട്രി കേൾക്കുന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ക്രിക്കറ്റ് കമൻട്രി കേട്ടാണ്. അപ്പോൾ ഒരുപാട് വേർഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ സബ് കോൺഷ്യസ്ലി മൈൻഡിൽ ഫീഡാവും ഈ വേർഡ്സൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് കമൻട്രി കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഡെയിലി വായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് കിട്ടും. ആ ന്യൂ വേർഡ്സ് മാർക്ക് ചെയ്ത് ഒരു ബുക്കിലോട്ട് എഴുതിയതിന് ശേഷം നമ്മൾ ഡിക്ഷണറിയിൽ നോക്കി ആ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടുകയും നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാംഗ്വേജാണ്, നമ്മുടെ നാട്ടിലുണ്ടായ ലാംഗ്വേജ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയുന്നത് ഒരു ബുദ്ധിയുടെ അളവ് പോലെയോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതൊരു തെറ്റല്ല. നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നടന്നില്ലെങ്കിലും അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയുടെ ഒരു അളവ് പോലല്ല ഇംഗ്ലീഷ്. മറ്റൊരു ഭാഷയും മറ്റേതൊരു ഭാഷയും പോലെയാണ് ഇംഗ്ലീഷ്. നമുക്ക് മലയാളം പോലെ തന്നെയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ കുറ്റം കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഗ്രാമറിനെ കുറിച്ചൊന്നും അധികം ചിന്തിക്കില്ല. ഞാൻ പറയുന്നത് ഗ്രാമാറ്റിക്കലി ശരിയാണോ തെറ്റാണോ, ആളുകൾ എന്നെ കളിയാക്കുമോ, ഈ ഉള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന ചിന്തയിൽ പോവുക. നമ്മൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് യാതൊരു കുറവും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക്സ് എ ലോട്ട് ഫോർ